ആദരണീയരായ പ്രൊഫസർ ആലിക്കുട്ടി ഉസ്താദ്, താക്ക ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാരെ, ബഹുമാന്യരായ നേതാക്കളെ, ഇവിടെ തടിച്ചുകൂടിയ വിവിധ ജമാഅത്തുകളിൽ നിന്നുള്ള വിവിധ പ്രദേശങ്ങളിൽ എത്തിയ ഐക്യദാർഢ്യം അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഏറ്റവും പ്രിയപ്പെട്ട മാധ്യമ സഹോദരന്മാരെ, കാസർഗോഡിന്റെ മണ്ണും മനസ്സും പീഡിതരോടൊപ്പമാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്ന ഒരു മഹാറാലിയാണ് ഇവിടെ ഇന്ന് നടത്തപ്പെട്ടത്. കാസർഗോഡ് സംയുക്ത മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി ഈ ദൗത്യം ഏറ്റെടുക്കുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഇവിടെ ഒരു പൊതു പ്ലാറ്റ്ഫോമായി എല്ലാവരെയും അണിനിരത്തിക്കൊണ്ട് ഒരു റാലി സംഘടിപ്പിക്കണം എന്ന് സംയുക്ത ജമാഅത്ത് തീരുമാനിക്കുകയുണ്ടായി. ഈ റാലി നടത്തുന്നതിന് വേണ്ടി നമ്മളെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്താണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കുറെ ദിവസങ്ങളായി നമ്മൾ പത്രം വായിക്കുമ്പോഴും TV കാണുമ്പോഴും നമ്മുടെ സ്വന്തം ഫോണൊന്ന് തുറന്നു നോക്കുമ്പോഴും ഒക്കെ കണ്ണുനീർ വാർക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. പലസ്തീനെതിരെ ഇസ്രായേൽ നടത്തുന്ന അധിനിവേശത്തിന്റെ ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അതിലേറെ ഭയാനകരമായിട്ടുള്ളത് പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുന്ന, പിടഞ്ഞു മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത മനുഷ്യ സമൂഹം ഇന്ന് ഇതുപോലുള്ള റാലിയിലേക്ക് ഇറങ്ങിപ്പോവുകയാണ്. നമുക്കറിയാം, ഇസ്രായേൽ എന്ന് പറയുന്ന അതിപ്രാകൃതമായ തരത്തിൽ ഭരണം നടത്തുന്ന ഒരു രാജ്യം ഇത്തരത്തിലുള്ള നിഗൂഢമായ കാരണങ്ങൾക്ക് അവർ ഇറങ്ങുന്നത് ഇതൊരാദ്യമായ ഒരു പുതിയ സംഭവമല്ല എന്നെല്ലാവർക്കും അറിയാം. ഇസ്രായേൽ വരുന്നതിന് മുമ്പ് തന്നെ, ഇസ്രായേൽ ഉത്ഭവിക്കുന്നതിന് മുമ്പ് തന്നെ പലസ്തീനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഒരു കൂട്ടം തയ്യാറായിട്ടുണ്ട്. 1890 കാലഘട്ടങ്ങളിൽ തന്നെ പലസ്തീനെതിരെ ഇവിടെ പടയൊരുക്കമുണ്ടാക്കിയത് ബ്രിട്ടനായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്കറിയാം, 1947 ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യ മോചിതമാവുന്ന ആ കാലഘട്ടത്തിൽ അവിടെ പുതിയൊരു രാജ്യം ബ്രിട്ടൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഈ പറയുന്ന ഇസ്രായേൽ എന്ന് പറയുന്നത്. 1948 മുതൽ ഇതിനുള്ള പ്രതീകാര നടപടികൾ ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. അന്നും ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ബ്രിട്ടൻ പോലുള്ള രാഷ്ട്രങ്ങളാണ്, അമേരിക്ക പോലുള്ള രാഷ്ട്രങ്ങളാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്നത്തെ വാർത്ത നിങ്ങൾക്കറിയാം. UN ഒരു സമാധാന പ്രമേയവുമായിട്ട് വന്നപ്പോ അതിനെ എതിർത്തത്, അതിൽ ഒപ്പിടാതിരുന്നത് ബ്രിട്ടനും അമേരിക്കയുമാണ് എന്ന് പറയുമ്പോ, അതുപോലെ തന്നെ അതിനെ നിരസിക്കാനും എതിർത്തത് ഇസ്രായേലാണ് എന്ന് പറയുമ്പോ, ഈ മൂക്കൂട്ട് മുന്നണിയാണ് ഈ പലസ്തീനെതിരെ ഈ നടപടിയുമായി, ഈ നീച പ്രവൃത്തിയുമായി, ഈ മനുഷ്യത്വം തീണ്ടിയിട്ടില്ലാത്ത പ്രവർത്തനവുമായി മുമ്പോട്ട് വരുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സുദീർഘമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരുപാട് ആളുകൾ ഇവിടെ നമുക്ക് പ്രസംഗിക്കാനുണ്ട്. ഒരു കാര്യം മാത്രമേ ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ. കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിൽ, ഒരു ചാനലിൽ വന്ന വാർത്ത നമ്മളെ ഏറെ കരയിപ്പിക്കുന്നതായിരുന്നു. ഒരു പലസ്തീൻ യുവതി പറയുകയാണ്, ഞങ്ങളിതാ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു, ഞങ്ങൾ അംഗശുദ്ധി വരുത്തിയിരിക്കുകയാണ് എന്ന്. ഞങ്ങൾ മരണത്തിന്റെ വസ്ത്രം അണിഞ്ഞിരിക്കുന്നു, ഏത് സമയത്തും ഞങ്ങളെ മരണം പിടികൂടാം.
മരണം പിടികൂടാം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കൊല ചെയ്യപ്പെട്ടേക്കാം. ഞാൻ എന്റെ വാക്കുകൾ മുഴുപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ മരണപ്പെട്ടേക്കാം. ഇല്ല, ഞങ്ങൾക്ക് യാതൊരു മറ്റ് സന്ദേഹങ്ങളില്ല, ഞങ്ങൾക്ക് കുടുംബകാര്യങ്ങളൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എന്താക്കിയിട്ടുണ്ട്, ഞങ്ങളെല്ലാം വിട്ടൊഴിഞ്ഞ് മരണത്തിലേക്ക് ഞങ്ങൾ ഒരുങ്ങിയിരിക്കുകയാണ് എന്ന് പറയുന്ന ആ സ്ത്രീയുടെ ഈമാൻ, ആ ഈമാനിക ശക്തി നമുക്ക് എല്ലാവർക്കും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്നാണ് നമ്മളിപ്പോ പോകുന്നത്. നിങ്ങൾക്കറിയാം ഇന്നത്തെ അവസ്ഥ. ഇന്ന് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കും, ഈ ഗസയിൽ അല്ലെങ്കിൽ പലസ്തീനിൽ ഇന്ന് 11,500 പേരെ കൊന്നൊടുക്കി കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ അതിൽ 4,710 കുട്ടികളെയാണ്, പിഞ്ചു കുട്ടികളെയാണ് കൊന്നിരിക്കുന്നത്. പിഞ്ചു കുട്ടികൾ എങ്ങനെയാണ് ചെയ്യപ്പെടുന്നത് നിങ്ങൾക്കറിയാമല്ലോ. ഫലസ്തീനിലെ അൽ-ഷിഫ ആശുപത്രിയെ പോലും അതിന്റെ അടിയിൽ ഗാസയിലെ ഭരണകൂടം അവിടെ ആയുധം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആരോപിച്ചുകൊണ്ട് അൽ-ഷിഫ ആശുപത്രിയെ മുഴുവനും തകർത്തിരിക്കുകയാണ്. അവിടെയുള്ള രോഗികള്, പിഞ്ചു കുഞ്ഞുങ്ങള്, നവജാത ശിശുക്കള് അവിടെ മരണത്തിനും ജീവിതത്തിനും ഇടയിൽ പിടയുകയാണ്. അങ്ങനെ 4,710 കുട്ടികൾ മരണപ്പെട്ട് കഴിഞ്ഞു. സ്ത്രീകളാണെങ്കിൽ 3,160 സ്ത്രീകൾ ഇപ്പോൾ മരണപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. 51 മാധ്യമ സുഹൃത്തുക്കള് അവിടെ റിപ്പോർട്ടിങ്ങിന് പോയപ്പോൾ അവിടെ മരണപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. 29,800ഓളം ആളുകൾക്ക് പരിക്കേറ്റ് വിവിധ ആശുപത്രികൾ മരണത്തോട് മല്ലടിക്കുന്നുണ്ട് എന്ന് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ആ അധിനിവേശം നടത്തുന്ന രാജ്യത്തിനെതിരെ, ഇസ്രായേലിനെതിരെ യുദ്ധം നടത്തേണ്ടത് അനിവാര്യമാണ്. നമുക്ക് അവിടെ പോയി യുദ്ധം നടത്താൻ കഴിയില്ല. എന്നാൽ നമ്മുടെ കയ്യിൽ മറ്റ് യാതൊരു സംവിധാനങ്ങളുമില്ല. നമുക്കുള്ളത് പ്രാർത്ഥന എന്ന ആ ഒരു ആയുധമാണ്. ആ ഒരു ആയുധം ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ എല്ലാവരും മാലിക് ദീനാറിന്റെ പാദസ്പർശമേറ്റ ഈ പൂമണ്ണിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നിങ്ങൾ വിളിച്ചപ്പോ നിങ്ങൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നത്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. What we want to say to the nation of the world is to respond boldly against the unilateral barbaric violence and massacre that is now taking place against Palestine. This may have happened in earlier primitive times, but people of the new century don't like it. To the people of Palestine, our heart and prayers are with you. Allah will surely help, inshallah. Let us express our solidarity. നമുക്ക് ഇത്ര മാത്രമേ അവരോട് പറയാനുള്ളൂ, അവർക്ക് നമുക്ക് നൽകാനുള്ളൂ. അതുകൊണ്ട് എൻ്റെ കടമയിലേക്ക് ഞാൻ കടക്കുകയാണ്. ഇന്ന് ഈ മഹാറാലി, ഈ സംഗമം, ദുആ സദസ്സ്, ദുആക്ക് നേതൃത്വം നൽകിക്കൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യും. ദുആക്ക് നേതൃത്വം ചെയ്തു കഴിഞ്ഞു. ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറിയും നമ്മുടെ ബഹുമാനനായ ഖാദിയുമായ പ്രൊഫസർ കെ ആലിക്കുട്ടി ഉസ്താദ് അവർകളാണ്. അദ്ദേഹത്തിന് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അദ്ദേഹത്തെ ആദരപൂർവ്വം സംയുക്ത ജമാഅത്ത് കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ ഇവിടെ സംബന്ധിക്കുന്ന ബഹുമാനപ്പെട്ട മംഗലാപുരം കീഴൂർ ജമാഅത്ത് സംയുക്ത ജമാഅത്ത് ഖാസി താക്ക ഉസ്താദ് അവർകളെയും ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മഹാനവറുകൾക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് പ്രഗൽഭ വാഗ്മി കബീർ ബാക്കവി ഉസ്താദ് അവർകളാണ്. അദ്ദേഹം സ്ഥലത്തെത്തി കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനനായ മാലിക് ദിനാർ വലിയ ജമാഅത്ത് പള്ളി ഖതീബ് അബ്ദുൽ മജീദ് ബാക്കവി ഉസ്താദ്, അദ്ദേഹത്തെയും ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത്
നമ്മുടെ പ്രിയങ്കരനായ സംയുക്ത ജമാഅത്തിന്റെ പ്രസിഡന്റ് എന്നെ നെല്ലിക്കുന്ന് MLA അവർകളാണ്. അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ സംബന്ധിക്കുന്ന ബഹുമാന്യനായ മഞ്ചേശ്വരം MLA AKM അഷ്റഫ്, അദ്ദേഹത്തെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ ഇവിടെ സംബന്ധിച്ചിട്ടുള്ള ചമനാട് ജമാഅത്ത് പ്രസിഡന്റ് CT അഹമ്മദ് അലി സാഹിബ്, മുൻ മന്ത്രി, കീഴൂർ സംയുക്ത ജമാഅത്ത് പ്രസിഡന്റ് കലക്ടർ മായിൻ ഹാജി, അതുപോലെ തന്നെ അബ്ദുള്ള ഫൈസി ചെങ്കള, ബഹുമാന്യനായ കാട്ടിപ്പാറ അബ്ദുൽ ഖാദർ സഖാഫി, ബഹുമാന്യനായ കൊല്ലമ്പാടി അബ്ദുൽ ഖാദർ സയദി, ബഹുമാന്യനായ ഇബ്രാഹിം ഫൈസി പള്ളങ്കോട്, ബഹുമാന്യനായ പ്രഗത്ഭ പ്രഭാഷകൻ കബീർ ബാക്കവി ഉസ്താദ് സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ബഹുമാന്യനായ അബ്ദുൾ റസാഖ് അബ്രാരി, കാസർഗോഡ് സംയുക്ത ജമാഅത്ത് ട്രഷറർ NA അബൂബക്കർ സാഹിബ്, വൈസ് പ്രസിഡന്റ് ബഹുമാന്യനായ അബ്ദുൽ കരീം കോളിയാട്, MA മജീദ് പട്ല, സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങളായ മാലിക് ദിനാർ വലിയ ജമാഅത്ത് പള്ളി ജനറൽ സെക്രട്ടറി കൂടിയായ A അബ്ദുറഹ്മാൻ സാഹിബ്, KM അബ്ദുറഹ്മാൻ, PM മുനീറാജി, ആഷിം ദാരിമി ദേലമ്പാടി, അഷ്റഫ് പള്ളിക്കണ്ടം, മഹമൂദാജി എരിയപ്പാടി, മാഹിൻ കേലോട്ട്, AB ഷാഫി, സിദ്ദീഖ് നദീവി ചെറൂർ, U ഷാഹിദ് ഹാജി ഉള്ളിത്തടുക്ക, NA അബ്ദുൽ ഖാദർ നെല്ലിക്കുന്ന് എന്നിവരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ സംബന്ധിച്ചുള്ള ഈ അടുത്ത കാലത്ത് ഫലസ്തീൻ ഐക്യദാർഢ്യ സമിതി എന്ന പേരിൽ രൂപീകൃതമായ കാസർകോട്ടെ സംഘടനയുടെ ചെയർമാൻ കൂടിയായ അത്തീഖുർ റഹ്മാൻ ഉസ്താദ്, അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ സംബന്ധിച്ചിട്ടുള്ള MH മഹമ്മൂദ്, വോളിബോൾ ബഷീർ, MP ഷാഫി ഹാജി, അതുപോലെ വേദിയിരിക്കുന്ന മറ്റ് നേതാക്കന്മാർ എല്ലാവരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇനി എനിക്ക് സ്വാഗതം പറയുവാനുള്ളത് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന വിവിധ ജമാഅത്തുകളിൽ വന്നിട്ടുള്ള ജമാഅത്ത് ഭാരവാഹികൾ, പ്രസിഡന്റ് സെക്രട്ടറിമാർ, അതുപോലെ തന്നെ മറ്റ് സംഘടനയുടെ പ്രതിനിധികൾ, വിവിധ സംഘടനാ പ്രതിനിധികൾ, ഒരുപാട് സംഘടനയുടെ പ്രതിനിധികൾ ഇവിടെ സംബന്ധിക്കുന്നുണ്ട്. വിസ്ഡമിന്റെ ഉണ്ട്, അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിന്റെ ഉണ്ട്, നദ്വത്തുൽ മുജാഹിദിന്റെ ഉണ്ട്, ഇതുപോലുള്ള സോൾഡാറ്റിയുടെ ഉണ്ട്. ഇങ്ങനെയുള്ള എല്ലാ പ്രവർത്തകന്മാരെയും SYS, SKSF, SSF, അതുപോലെ തന്നെ മഹല്ല് ഫെഡറേഷൻ, മുസ്ലിം ജമാഅത്ത്, അങ്ങനെയുള്ള സംഘടനകളുടെ എല്ലാ നേതാക്കളെയും പ്രവർത്തകന്മാരെയും, അതുവഴി ഞാൻ പറയാത്ത ഒരുപാട് സംഘടനകളുടെ പ്രതിനിധികൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാവരെയും ഇവിടെ വിശിഷ്യ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ഈ പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം അർപ്പിക്കുന്നതിന് വേണ്ടി അവർക്ക് ഇവിടെ ദുആ ചെയ്യുമ്പോൾ ആമീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ അള്ളാഹുവിനോട് യാചിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ഹാർദവമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ മഹത്തായ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിന് വേണ്ടി, ഇത് നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സംയുക്ത ജമാഅത്തിന്റെ പ്രഗത്ഭനായ പ്രസിഡന്റ് എന്നെ നെല്ലിക്കുന്ന് MLA അവർകളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.